ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യാമ്മയും ശാരദാമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ ആ ഫുഡ് കോമ്പറ്റീഷൻ്റെ മത്സരം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ ശ്വാസം പോലെ അടക്കി പിടിച്ചുകൊണ്ട് വിജയം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ആ മത്സരത്തിൽ വിജയിക്കാനായിട്ട് അവനിങ്ങനെ പാടുപെടുവാണ്. രാഘവേട്ടനാണെങ്കിൽ അവിടുത്തെ മത്സരത്തിൻ്റെ വിജയവും അതൊക്കെ അറിയാഞ്ഞങ്ങ് വെപ്രാളം. പിള്ളയോട് പറയുന്നത്, എടോ താൻ ആരെങ്കിലും ഒന്ന് വിളിച്ചെന്ന് അന്വേഷിക്കടോ. പെട്ടെന്ന് പിള്ളച്ചേട്ടൻ പൊന്നിയെ വിളിക്കുന്നുണ്ട്, പക്ഷെ പൊന്നിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നീട് നൂർജഹാനെ വിളിക്കുന്നുണ്ട്. നൂർജഹാൻ ആ ഫോണും കൊണ്ട് പുറത്തോട്ട് പോവുകയാണ്. എന്താ പിള്ളച്ചേട്ടാ, എൻ്റെ പൊന്നു മോളെ, അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ട് ഇവിടെ രാഘവൻ സാറിന് ഇരിക്കപ്പുറത്തിയില്ല. അവിടെ ഇപ്പോൾ എന്താ മോളെ അവസ്ഥ? അത് പിന്നെ പിള്ളച്ചേട്ട, ആദ്യത്തെ റൗണ്ട് മത്സരത്തിൽ 4 പേരായിരുന്നു. നോർത്ത് ഇന്ത്യൻ ഫുഡാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അതിൽ വിജയിച്ചതേ നമ്മുടെ സത്യാമ്മയും ശാരദാമ്മയാണ്. മോളെ, ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ ഈ സന്തോഷ വാർത്ത രാഘവൻ സാറിനോടൊന്ന് പറയട്ടെ. സാറേ, ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് അതിൽ വിജയിച്ചതേ നമ്മുടെ സത്യാമ്മയും ശാരദാമ്മയാണെന്ന്. എടോ പിള്ളേ, താനൊരു ഹംസനാകാതെ ആ സ്പീക്കർ ഒന്ന് ഓൺ ചെയ്യടോ. അപ്പോൾ നൂർജഹാൻ പറയുന്നത് എനിക്കും കേൾക്കാവല്ലോ. വലിയ ബുദ്ധിരാക്ഷസനാണെന്ന് ആ സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നാലേ ചില സമയത്ത് വെറും പൊട്ടനാടോ താൻ. മോളെ, സ്പീക്കർ ഇട്ടിട്ടുണ്ട്, രാഘവൻ സാറിനും കേൾക്കാനാ. മോളിനി ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് പറഞ്ഞോ. അച്ഛാ, ഫൈനൽ റൗണ്ടിൽ എത്തിയതേ ശാരദാമ്മയും സത്യാമ്മയുമാണ്. പരമ്പരാഗതമായ കേരള ഫുഡാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ മത്സരം തകർത്ത് പിടിച്ച് നടക്കുക. ആര് ജയിക്കും തോൽക്കുമെന്നൊന്നുമേ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യ്, അപ്പം ഞാൻ വിളിച്ച് പറയാം ആരാ വിജയിച്ചെന്ന്. ഓ, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല മോളെ, എനിക്കറിയാം ഇനി ആരാ അവിടെ വിജയിക്കാൻ പോകുന്നതെന്ന്. പിള്ളച്ചേട്ടൻ അത് കേട്ടിട്ട് ദേഷ്യമാണോ സങ്കടമാണോ തമാശയാണോ ഒന്നും അറിയില്ല. മത്സരം കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പേ യുദ്ധമുഖത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്തേ ധൃതരാഷ്ട്രർ തളർന്നു വീണോ? എടോ പിള്ളേ, തനിക്ക് എന്തറിയാം? ഈ കേരള ഫുഡ് ഉണ്ടാക്കുന്നതിൽ ശാരദാമ്മയെ വെല്ലാൻ ഈ കേരളത്തിൽ തന്നെ ആരുമില്ലെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് രുചിയാടോ അവരുണ്ടാക്കുന്ന ഒരു ചമ്മന്തിക്ക് വരെ. ഞാൻ ചുമ്മാതെ പറയുമല്ല, ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ഹോട്ടലിൽ ആളുകളിങ്ങനെ ഇരച്ച് കയറുന്ന എന്താ? ആ ഹോട്ടലിലെ ഫുഡിൻ്റെ രുചി കൊണ്ടാ. ഈ പാചകത്തിനൊരു താളമുണ്ട്. ഒരു വറ്റൽമുളക് അങ്ങോട്ട് പൊട്ടിച്ചിടുന്നതിന്, കുറച്ച് കറിവേപ്പില അങ്ങോട്ട് തൂവിയിടുന്നതിന്, ആ കടുക് പൊട്ടിക്കുന്നതിനും കുറച്ച് ഉപ്പുകല്ലൊക്കെ അങ്ങോട്ട് പൊടിച്ചിടുന്നതിനും ഒക്കെ കൃത്യമായ അളവിൽ അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ ആ പാചകം ചെയ്ത ആളിൻ്റെ കൈപുണ്യം ആ നാവിനറിയാം. അതുണ്ടാക്കിയ ആളിൻ്റെ മഹത്വം അത് നമ്മുടെ ശാരദാമ്മയിൽ വേണ്ടുവോളം ഉണ്ട്. പാചകമേ അത് ശാരദാമ്മയ്ക്കൊരു ജോലിയേ അല്ല, അതിനോടടങ്ങാത്ത ഒരു ഇഷ്ടമാണ്. ഏതായാലും എൻ്റെ രാഘവേട്ട, സത്യാമ്മ അടുത്തില്ലാത്ത ധൈര്യത്തിലാണോ ശാരദാമ്മ ഇത്രയും പുകഴ്ത്തുന്നത്? സത്യാമ്മ ഉള്ളപ്പോഴെങ്ങും പറഞ്ഞു കളയല്ലേ. പിള്ളച്ചേട്ടൻ പറയുന്നുണ്ട്, എന്നാലും സാറേ പ്രതീക്ഷ കളയണ്ട, നമ്മളോടൊപ്പം ശാന്തയുണ്ടല്ലോ. എടോ, ഉപ്പോളം വരുവോടോ ഉപ്പിലിട്ടത്. ശാന്ത ശാരദാമ്മയുടെ കൈസഹായി ആയിരിക്കും, എന്നാലും ശാരദാമ്മയെ പോലെ ആകാൻ പറ്റുമോ ശാന്തയ്ക്ക്? വലിയ പ്രതീക്ഷയോടെ ഇരിക്കുന്ന പിള്ളച്ചേട്ടനെയാണ് നമ്മുടെ രാഘവേട്ടൻ ഓരോന്ന് പറഞ്ഞങ്ങോട്ട് പേടിപ്പിച്ചത്. അങ്ങനെ പിള്ളച്ചേട്ടൻ്റെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടതുപോലെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്. എൻ്റെ ഭഗവാനെ രക്ഷിക്കണേ, സത്യാമ്മയെ പരാജയപ്പെടുത്തല്ലേ, എന്ത് വഴിപാട് വേണോലും നടത്തിക്കോളാവേ, ഒരു തോൽവിയും ഉണ്ടാക്കല്ലേ സത്യാമ്മയ്ക്ക് എന്നൊക്കെ അങ്ങോട്ട് മനമുരുകി അങ്ങോട്ട് പ്രാർത്ഥിക്കുവാണ് നമ്മുടെ പിള്ളച്ചേട്ടൻ. കാള പറ്റെന്നറിഞ്ഞപ്പോൾ കയറെടുത്തോണ്ട് ഓടിയതുപോലെ ശാലിനി ആരോ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് ഇങ്ങനെ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. സുസ്മിതയും ചന്ദ്രബോസും രോഹിത്തും ശ്യാമയെ തന്നെ നോക്കി നിൽക്കുവാണ്. അവളുടെ കയ്യിൽ കൊടുത്ത ഉപ്പുപൊടിയും മുളക് പൊടിയും കയ്യിലുണ്ടോ, അവൾ അതിനകത്തൊക്കെ ചേർക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അവർ ഉറ്റു നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ശാരദാമ്മ ഇങ്ങനെ പാചകം ചെയ്യുന്ന നോക്കി ശ്യാമ നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യണം ദൈവമേ, പെറ്റമ്മയാണോ ഞാൻ വഞ്ചിക്കേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ശ്യാമ നിൽക്കുവാണ്. എന്നിട്ട് ശ്യാമയ്ക്കൊരേ സംശയം ചോദിക്കുന്ന പോലെ ശാരദാമ്മയോട് ചോദിക്കുക, അമ്മ ഉണ്ടാക്കുന്ന കറികൾക്കും സത്യാമ്മ ഉണ്ടാക്കുന്ന കറികൾക്കും ഒരേ രുചിയായിരിക്കും അല്ലേ? അതെങ്ങനെയാ ശ്യാമേ? രണ്ടും 2 പേരല്ലേ തയ്യാറാക്കുന്നത്? അമ്മയിൽ നിന്നും പഠിച്ചുകൊണ്ട് പോയ വിദ്യയല്ലേ ശാന്തേച്ചി അവിടെ ചെയ്യുന്നത്? കളരി ഒന്നാണെങ്കിലും ആളുകൾ 2 അല്ലേ അമ്മേ? അതെന്തെങ്കിലും ആകട്ടെ, നീ അതൊന്നും നോക്കണ്ട. നീ വേണ്ട പെട്ടെന്ന് ഈ ഇഞ്ചിയും കുരുമുളകും ഒന്ന് ചതച്ചെടുത്തോണ്ട് വാ. ശ്യാമ സുസ്മിതയും ചന്ദ്രബോസിനെയും നോക്കുന്നുണ്ട്. അവരിങ്ങനെ കണ്ണുളപ്പിച്ച് കാണിക്കുവാണ് ശ്യാമ. എന്ത് ചെയ്യണമെന്നറിയാതെ ശ്യാമ ശാരദാമ്മയോട് ചോദിക്കുന്നു, അമ്മേ ഈ മല്ലിയില എന്ത് ചെയ്യണം? ആ 2 തണ്ട് അതിലിട്ടോ. ശാരദാമ്മയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ശ്യാമ ശ്രമിക്കുന്നുണ്ട്. അമ്മേ, ശാന്തേച്ചി ഒന്ന് നോക്കുന്ന പോലും ഇല്ലല്ലോ അമ്മേ, നിങ്ങൾ തമ്മിൽ ഇപ്പോഴും വഴക്കാണോ? അത് മോളെ, സത്യാമ്മയ്ക്ക് 1ാം സ്ഥാനം വാങ്ങിച്ചു കൊടുക്കാനുള്ള തിരക്കിലാണ് ശാന്ത.
ഏതായാലും ഗുരുവാണോ ശിഷ്യാണോ ജയിക്കുന്നതെന്നേ ഇന്ന് അറിയാമേ. സത്യാമ്മ കപ്പ കുഴച്ച് വെച്ചിട്ടുണ്ട്. ശാന്തയോട് പറയുന്നുണ്ട് മുളക് ചുട്ട് ചമ്മന്തിയും കൂടെ അങ്ങോട്ട് എളുപ്പം ഉണ്ടാക്കാൻ. ചമ്മന്തിയിൽ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കണേ ശാന്തേ, എന്നാലേ നല്ല നാടൻ സ്വാദ് കിട്ടത്തുള്ളൂ എന്നൊക്കെ ശാന്തയോട് സത്യാമ്മ പറയുന്നുണ്ട്. അങ്ങനെ സത്യാമ്മയും ശാന്തയും കൂടെ തകർത്ത് പിടിച്ച് മുളക് ചമ്മന്തിയും കപ്പ കുഴച്ചതും ഒക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പാചകം എന്താണെന്നോ പാചക കല എന്താണെന്നോ ഒന്നും തിരിച്ചറിയാനറിയാത്ത സുസ്മിത അവിടെ നിന്നുകൊണ്ട് പറയുക, സത്യാമ്മയ്ക്ക് കുളിരടിച്ചെന്നാ തോന്നുന്നു, തൻ്റെ തീ കത്തിച്ച് എന്തൊക്കെയോ ചുടുന്നുണ്ടെന്ന്. സത്യാമ്മ കമ്പിയിൽ മുളകും കൊച്ചുള്ളിയൊക്കെ ചേർത്ത് ഇങ്ങനെ തീയിൽ ചുട്ടാണ് ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത്. വല്ലവരും ഉണ്ടാക്കി വെക്കുന്നത് വെട്ടി വീഴുങ്ങുന്ന സുസ്മിതയ്ക്കറിയാവോ ഈ ചമ്മന്തിയുടെ ട്രിക്സ് എന്താണെന്ന്. ആ മുളക് ചമ്മന്തി ഉണ്ടാക്കുന്ന കണ്ടിട്ട് ജഗദീപിന് വായി വെള്ളം നിൽക്കുന്നില്ല. ജഗദീപ് ഓടി വന്ന് സുസ്മിതയോട് പറയാം, എടി കണ്ടു പഠിക്കടി ആ മുളക് ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അയ്യോ അത് കണ്ടിട്ട് തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നു. അപ്പോൾ പിന്നെ പറയണോ, അതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കപ്പയും മുക്കി അങ്ങോട്ട് കഴിക്കുമ്പോൾ. സുസ്മിത ദേഷിച്ച് ജഗദീപിനെ നോക്കുവാണ്. നീ ഇത് വല്ലതും കഴിച്ചിട്ടുണ്ടോ സുസ്മിത? എവിടെ, പാചകം ചെയ്ത് ശീലമില്ലാത്ത നിനക്ക് ഈ വക പരിപാടി വല്ലതും അറിയാൻ പറ്റുമോ? ചിറ്റപ്പ എനിക്കിവനെ സഹിക്കാൻ പറ്റുന്നില്ല, ഇവനോട് പോകാൻ പറ. എൻ്റെ സുസു നിനക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ്, ഞാനത് ചെയ്തു തരാം സുസു. എനിക്കിവനെ കാണാൻ വയ്യ, ഞാൻ പോവുക. എൻ്റെ മോളെ നീ പോകല്ലേ, ഏതായാലും ഇത്രയും നേരം നിന്നില്ലേ, ഈ മത്സരത്തിൻ്റെ അന്ത്യം എന്താണെന്ന് കണ്ടിട്ട് പോ. എന്ത് കാണാനാ ചിറ്റപ്പ? ആ ശ്യാമ ചതിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ 2 തള്ളന്മാർ ഇവിടെ നിന്നിങ്ങനെ വിലസത്തില്ലായിരുന്നു. 2 കൂട്ടരുടെയും പാചകം എവിടം വരെ ആയെന്ന് അറിയാൻ വേണ്ടി കുറുപ്പ് സാർ ഇറങ്ങി വരുന്നുണ്ട്. കുറുപ്പ് സാറ് വന്ന ശാരദാമ്മയോട് പറയുന്നു, ഒരു മകള് ജോലി തിരക്കൊണ്ട് പോയാലെന്താ, കൂട്ടിന് ശ്യാമയെ കിട്ടിയല്ലോ ശാരദാമ്മയ്ക്ക്. ദൈവം അനുഗ്രഹിച്ച കുടുംബമാണ് ശാരദാമ്മയുടേത്. അതിൻ്റെ ഒത്തൊരുമയാ ഇപ്പം ഇവിടെ കാണുന്നത്. ഇതിൻ്റെ വിജയവും ശാരദാമ്മയ്ക്ക് തന്നെയാ, അതിൽ യാതൊരു സംശയവുമില്ല. ഞാനതൊന്നും പ്രതീക്ഷിക്കാറില്ലെന്ന് കുറുപ്പ് സാറിന് അറിയാമല്ലോ. ഇതിപ്പോൾ ശാലിനിയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാണ്. എങ്കിലും അന്തിമ വിജയം ശാരദാമ്മയ്ക്ക് തന്നെ ആയിരിക്കും. ശാരദാമ്മയുടെ ആ കൈപുണ്യത്തിൻ്റെ മികവേ വേറൊന്നിലും കാണില്ല. അത് ശാരദാമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതെവിടെയും തിരിച്ചറിയുക തന്നെ ചെയ്യും. അനൗൺസ്മെൻറ്റ് വീണ്ടും മുഴങ്ങിക്കഴിഞ്ഞു. ഇനി മിനുക്കുപണികൾക്കായി 2 മിനിറ്റുകൾ മാത്രം. എല്ലാവരും ആകാംക്ഷയോടെ സത്യാമ്മയും ശാരദാമ്മയും നോക്കുവാണ്. ഒരിലയിട്ട് അതിലവർ ഓരോ വിഭവങ്ങളും വിളമ്പുന്നുണ്ട്. ശാരദാമ്മ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ എടുത്തു വെക്കുന്നുണ്ട്. അപ്പോഴേക്കും വിസിൽ ശബ്ദം മുഴങ്ങുന്നുണ്ട്. മത്സരം അവസാനിച്ചിരിക്കുന്നു എന്നുള്ള ലാസ്റ്റ് അനൗൺസ്മെൻറ്റും വന്നു കഴിഞ്ഞു. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഫലപ്രഖ്യാപനമാണ്. അതിനായി ഇവിടെ മുഖ്യ അതിഥിയായി വന്നിരിക്കുന്ന രേഖാ മേഡത്തെ ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു എന്നൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ രേഖാ മേഡം ആദ്യം ചെന്നത് നമ്മുടെ സത്യാമ്മയുടെ അടുത്തോട്ടാണ്. സത്യാമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കപ്പ കുഴച്ചതും ചമ്മന്തിയൊക്കെ കണ്ടിട്ട് രേഖാ മേഡം ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ ഒരു പരമ്പരാഗത ഫുഡ് സെലക്ട് ചെയ്യാൻ കാരണം? സത്യാമ്മ സന്തോഷത്തോടെ പറയുവാണ്, എൻ്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ ഏറ്റവും അധികം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതുമായ വിഭവം ഇതാണ്. ചുട്ടെടുത്ത മുളക് കൊണ്ടുള്ള ചമ്മന്തിയും കപ്പയും. ഒന്നുമില്ലാതിരുന്ന കാലങ്ങളിൽ ഞങ്ങൾക്ക് ഈ ഭക്ഷണം അമൃതിന് തുല്യമായിരുന്നു. ഞങ്ങളുടെ ഇഷ്ട ഭക്ഷണത്തിനുപരി ഇത് ഞങ്ങളുടെ ആശ്രയമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഭക്ഷണമായതെങ്കിലും പക്ഷേ ഇത് ഓരോ ദിവസം ഉണ്ടാക്കുമ്പോഴും ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരുന്നു. തീർച്ചയായും ആ ഒരു സ്വാദ് മറ്റുള്ളവരിലേക്ക് എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ തിരഞ്ഞെടുത്തത് എന്നും പറഞ്ഞ് നമ്മളെ സത്യാമ്മ അതൊരു പ്ലേറ്റിൽ വെച്ച് ഒരു സ്പൂണുമായിട്ട് രേഖാ മേഡത്തിന് കൊടുക്കുവാണ്. രേഖാ മേഡം ആ സ്പൂൺ അവിടെ മാറ്റി വെച്ചിട്ട് കൈകൊണ്ട് അതിങ്ങനെ തൊട്ട് കഴിച്ചിട്ട് പറയുന്നു, ഇത് കഴിക്കേണ്ടത് ഇങ്ങനെയാണ്. പട്ടിണിയും ദാരിദ്ര്യവും എന്താണെന്ന് രേഖാ മേഡം നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും. സത്യാമ്മ അങ്ങനെയൊക്കെ പറയുമ്പോൾ രേഖാ മേഡത്തിൻ്റെ മുഖത്തും കുറച്ച് വിഷമമൊക്കെ വരുന്നുണ്ടായിരുന്നു. രേഖാ മേഡം അങ്ങനെ അത് രുചിച്ച് കഴിക്കുവാണ്. അത് കണ്ടിട്ട് സുസ്മിതയ്ക്കും ചന്ദ്രബോസിനും ഒന്നും പറ്റുന്നില്ല. എൻ്റെ ചിറ്റപ്പ വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ കാണാൻ. നോക്കിക്കേ, കപ്പയും ചമ്മന്തിയും കഴിച്ചാൽ സത്യാമ്മ ജീവിച്ചിരുന്നതെന്ന്. എന്തൊരു കള്ളമെന്ന് നോക്കിക്കേ. ഇതൊക്കെ അവരെക്കുറിച്ച് അറിയാത്തവർ വിശ്വസിക്കായിരിക്കും, പക്ഷെ ഈ സുസ്മിത വിശ്വസിക്കത്തില്ല. നമ്മുടെ ജഗദീപ് പറയാം, എടീ അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നീ നോക്കിക്കേ, ആ രേഖാ മേഡത്തിൻ്റെ കണ്ണുകൾ നിറയുന്നത് നീ കണ്ടോ? അതേടാ ജഗദീപേ, ഭാരതപ്പുഴയെ കവിഞ്ഞൊഴുകുന്ന പോലെ അവരുടെ 2 കണ്ണിൽ കൂടെ ഒഴുകുന്നത്. അതേ നല്ല എരിവുള്ളത് കൊണ്ടങ്ങനെ ആയിരിക്കും. രേഖാ മേഡം അങ്ങനെ സന്തോഷത്തോടെ കഴിച്ചിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന കുട്ടിയുടെ കാതിൽ എന്തോ പറയുന്നുണ്ട്. മാർക്കിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ സുസ്മിത പറയുക, എൻ്റെ ചിറ്റപ്പ എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ വയ്യ, ഞാൻ പോവുകയാണേ എന്നും പറഞ്ഞ് സുസ്മിത ഇറങ്ങി പുറത്തോട്ടങ്ങ് പോവുകയാണ്. മോളെ പോവല്ലേ, നിൽക്കവിടെ എന്നും പറഞ്ഞ് ചന്ദ്രബോസ് അവളുടെ പുറകിന് പോവുകയും ചെയ്യുന്നു.
അങ്ങനെ ശാരദാമ്മയുടെ അടുത്ത് വന്നിട്ട് രേഖാമേടം ചോദിക്കുന്നു, എന്താണ് ഇഡ്ഡലിയും സാമ്പാറും തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം? ഒരു കോമ്പറ്റീഷൻ ആകുമ്പോഴേ വെറൈറ്റി ഫുഡിനല്ലേ പ്രാധാന്യം. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാതിരുന്നത്? ശാരദാമ്മ ചിരിച്ചോണ്ട് വളരെ സന്തോഷത്തോടെ പറയുവാണ്, ഞാൻ എൻ്റെ കുടുംബശ്രീ ഹോട്ടൽ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തത് ഇഡ്ഡലിയും സാമ്പാറുമാണ്. ഇവിടെ പെട്ടെന്ന് നാടൻ ഭക്ഷണം മതിയെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഞാനാക്കി മാറ്റിയ ഈ ഭക്ഷണം തന്നെ മതിയെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ജയപരാജയങ്ങളെല്ലാം രണ്ടാമത്തെ കാര്യമല്ലയോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേട്ടം ഉണ്ടാക്കി തന്ന ഭക്ഷണം. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇതിന് കൊടുക്കുന്നത് 1ാം സ്ഥാനം തന്നെയാണ്. സത്യാമ്മയോടെ നിന്ന് എത്തിക്കുത്തി നോക്കുന്നുണ്ട്, എന്താണ് അവിടെ പറയുന്നത്, എന്താണ് ശാരദാമ്മ ഉണ്ടാക്കിയത്, എന്താണ് രേഖാമ്മയുടെ അവിടെ പറയുന്നത്. അതൊക്കെ അറിയാഞ്ഞ് സത്യാമ്മയ്ക്കൊരു സമാധാനമില്ല. സത്യാമ്മ ചാഞ്ഞും മറിഞ്ഞും എത്തിക്കുത്തിയൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ശാരദാമ്മ പ്ലേറ്റിൽ കൊടുത്ത ഇഡ്ഡലി സാമ്പാറും രേഖാമ്മയുടെ അങ്ങനെ കഴിച്ചിട്ട് എന്താണെന്നറിയില്ല, അതിശയമാണോ സങ്കടമാണോ ഒന്നും അറിയില്ല. ആ ഭക്ഷണം ഇങ്ങനെ വായിൽ വെച്ചിട്ട് ശാരദാമ്മയെ നോക്കുന്നുണ്ട്. അതങ്ങനെ കഴിക്കുമ്പോഴും ശാരദാമ്മയുടെ കണ്ണിലേക്ക് തന്നെ രേഖാമ്മയുടെ നോക്കുവാണ്. എന്നിട്ട് വീണ്ടും അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന കുട്ടിയുടെ കാതിലോട്ട് ശാരദാമ്മയുടെ മാർക്ക് പറയുന്നുണ്ട്. എന്നിട്ട് രേഖാമേടം പോകുമ്പോഴും ശാരദാമ്മയെ ഒന്ന് നോക്കുന്നുണ്ട്. ആ നോട്ടത്തിൽ എന്തോ ഒരു പന്തികേടും തോന്നുന്നുണ്ട്. അനൗൺസ്മെൻറ്റ് വീണ്ടും മുഴങ്ങുന്നുണ്ട്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പരിശുദ്ധം കറി മസാല കൂട്ടിൻ്റെ പാചക റാണിയെ തിരഞ്ഞെടുക്കുന്ന ആ അസുലഭ നിമിഷമാണ്. ആരായിരിക്കും ആ ഭാഗ്യവതി? 10 ലക്ഷം രൂപ സ്വന്തമാക്കുന്ന ഭാഗ്യവതി കുടുംബശ്രീ ശാരദയോ അതോ സത്യഭാമയോ? ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അവരവർ തിരഞ്ഞെടുത്തുണ്ടാക്കിയ ഭക്ഷണങ്ങൾ അത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ വിജയം ആർക്കാണെന്ന് രേഖാ മേഡം പ്രഖ്യാപിക്കുന്നത്. KPT കമ്പനിയുടെ ചെയർമാൻ സാബു ബഗ്ഗി സാറിന് ഈ സന്തോഷ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ പരിശുദ്ധം കറിമസാല കൂട്ടിന് ആരംഭം കുറിക്കാൻ കഴിഞ്ഞതിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടുപേരും നല്ല ഉജ്ജ്വലമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആരാണ് വിജയി എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് KPT ഗ്രൂപ്പും. ഇതിൻ്റെ വിജയി ആരാണെന്ന് പ്രഖ്യാപിക്കാനായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥിയായി വന്ന രേഖാ മേഡത്തെ ഞാൻ ഉപചാരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. രേഖാ മേഡം പറയുന്നു, 2 ടീമുകളും കടുത്ത മത്സരം തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇരുവരിൽ നിന്നും ഒരു വിജയിയെ കണ്ടെത്താൻ പ്രയാസമാണെങ്കിലും കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് പ്രഖ്യാപിക്കുകയാണ്. അത് കേട്ടിട്ട് ശാരദാമ്മ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ നിൽക്കുന്നു. സത്യാമ്മയ്ക്കാണ് ആദ്യ കയറി വിഷമിച്ച് നിൽക്കുന്നു. കുടുംബശ്രീ ശാരദയ്ക്ക് കിട്ടിയിരിക്കുന്നത് 6 പോയിൻ്റാണ്. ശാരദാമ്മയുടെ അനുകൂലമുള്ളവരൊക്കെ അവിടെ കൈയടി മുഴക്കുന്നുണ്ട്. എന്നാൽ സത്യഭാമ 2 പോയിൻറ്റ്സ് കൂടുതൽ വാങ്ങി 8 പോയിൻറ്റ്സ് വാങ്ങി ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു. സത്യാമ്മ സന്തോഷം കൊണ്ട് വാ പൊളന്ന് ചിരിക്കുവാണ്. എല്ലാവരും സത്യാമ്മയെ അനുകൂലിക്കുന്നവരെല്ലാം ഭയങ്കര കയ്യടി തന്നെ. സന്തോഷത്തോടെ തന്നെ നമ്മുടെ ശാരദാമ്മയും കയ്യടിക്കുവാണ്. പക്ഷേ സത്യാമ്മയെ ജയിപ്പിക്കാൻ വേണ്ടി എന്തോ നമ്മുടെ ശാരദാമ്മ അവിടെ ട്രിക്സ് കാണിച്ചിട്ടുണ്ട്. ശാലിനിയും ശാരദാമ്മയും ചേർന്നുള്ള ഒത്തുകളിയായിരുന്നു അത്. ശാലിനി ശാരദാമ്മയോട് പറയുന്നുണ്ട്, അമ്മ പങ്കെടുത്താൽ അവിടെ ആരും പിന്നെ വിജയിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ മത്സരത്തിൽ സത്യാമ്മയെ വിജയിപ്പിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. എടി മോളെ, സത്യാമ്മ ജയിക്കാൻ വേണ്ടിയാണ് ഞാൻ പങ്കെടുക്കാതിരിക്കുന്നത് തന്നെ ഈ മത്സരത്തിൽ. അമ്മ പങ്കെടുക്കാതിരുന്നാലും സത്യാമ്മ ഇതിൽ പരാജയപ്പെടും. അമ്മ മത്സരത്തിൽ പങ്കെടുക്കുന്നത് സത്യാമ്മയെ വിജയിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം. അമ്മയ്ക്കറിയാമല്ലോ, സത്യാമ്മയും മത്സരത്തിൽ പങ്കെടുക്കുന്നത് തന്നെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ്. വിഷ്ണുവേട്ടനെ പോലും അകറ്റി നിർത്തി ഒറ്റയ്ക്ക് വാശിയോടെ തന്നെ അച്ഛനെ ചികിത്സിപ്പിക്കാൻ വേണ്ടിയാണ് സത്യാമ്മയും മത്സരത്തിന് പോകുന്നത് തന്നെ. ശാന്തേച്ചി കൂടെ ഉള്ളതുകൊണ്ട് സത്യാമ്മ എന്തുവായാലും ഫൈനൽ റൗണ്ട് വരെ എത്തിക്കും. അവിടെ സത്യാമ്മയെ നേരിടേണ്ടത് ശാരദാമ്മയായിരിക്കണം. അമ്മയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതായത് അവസാനത്തെ മത്സരാർത്ഥികൾ നിങ്ങൾ 2 പേരും ആയിരിക്കണം. ചുറ്റുമുള്ള ശത്രുക്കളെ ഇല്ലാതാക്കി സത്യാമ്മയുടെ വിജയം ഉറപ്പിക്കാൻ എതിർവശത്ത് നിന്നുകൊണ്ട് അമ്മയ്ക്ക് കഴിയണം. അമ്മയോടൊപ്പം ഞാനില്ലേ, നമുക്ക് തന്ത്രപരമായി സത്യാമ്മയെ വിജയിപ്പിക്കാമേ. എൻ്റെ പൊന്നുമോളെ, നിൻ്റെ ഈ നല്ല മനസ്സ് അവർ കാണുന്നില്ലല്ലോ. ഞാനിത് വിഷ്ണുവേട്ടൻ്റെ അച്ഛന് വേണ്ടി ചെയ്യുന്ന കടമയാണമ്മേ. ഇതിലെ അമ്മയുടെ മോക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ആ വലിയ മനസ്സുള്ള അച്ഛൻ്റെ അനുഗ്രഹമാണ്. അത് മാത്രം മതിയമ്മേ എനിക്ക്. അങ്ങനെ ശാലിനിയും ശാരദാമ്മയും ചേർന്ന തീരുമാനത്തിൻ്റെ വിജയമാണ് സത്യഭാമയുടെ വിജയം.
അങ്ങനെ മത്സരത്തിൽ വിജയിച്ച സത്യഭാമയ്ക്കുള്ള തുക കൊടുക്കാനായി സാബു വർഗീസ് സാറിനെ ക്ഷണിക്കുവാണ്. അങ്ങനെ സത്യാമ്മ വലിയ സന്തോഷത്തോടെ ആ സമ്മാനത്തുക ഏറ്റുവാങ്ങാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, യഥാർത്ഥത്തിൽ ഇവിടെ ജയിച്ചത് ആരാണ്? നമ്മുടെ ശാരദാമ്മയല്ലയോ? സത്യാമ്മയെ വിജയത്തിലെത്തിച്ച ശാരദാമ്മയുടെ ത്യാഗത്തിൻ്റെ കഥ സത്യാമ്മ എപ്പോഴെങ്കിലും തിരിച്ചറിയുമോ? അതിനെക്കുറിച്ചുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.